ഇന്നൊരു മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ദിവസമാണേ. സൺഡേ ആണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ലീവ് കിട്ടില്ലേ സൺഡേ. അങ്ങനെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഇറങ്ങിയപ്പോൾ ചിരു ഇതാ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ചിരുവിനോടൊക്കെ യാത്ര പറഞ്ഞു. ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല, എന്നാലും പിന്നെ ഞാൻ പറയുന്നത് നോക്കി നിൽപ്പുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന തക്കത്തിന് പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നാണ് ആശ നോക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി വണ്ടി പാർക്കിങ്ങിൽ വെച്ചിട്ട് വാർഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നേ. ഇന്നലെ വരെ മഴയുള്ളതൊന്നും ഇന്ന് കാണാനില്ല. അങ്ങനെ ഡ്യൂട്ടിക്ക് കയറി. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് 1:30 ആയപ്പോൾ ഇറങ്ങുമ്പോഴേക്കും എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാഗിൽ നോക്കിയപ്പോൾ ഒരു മാംഗോ ബൈറ്റ് മിഠായി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് മിഠായി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വണ്ടി എടുത്ത് വീട്ടിലെത്തിയപ്പോൾ ഇതാ ചിരു കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അവനെ തോർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നേ ആദർശ്. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാനെടുത്തു. ചോറും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വറുത്തായിക എടുത്ത് കഴിച്ചേ. അത് കഴിഞ്ഞ് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കിയപ്പോൾ അമ്മ പഴംപൊരിക്ക് വേണ്ടിയിട്ട് പഴവും മുറിച്ച് വെച്ചിട്ടുണ്ട്, ബാറ്ററും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ പഴംപൊരി അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ പഴംപൊരിയൊക്കെ എണ്ണയിൽ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണേ. പഴം നല്ല പഴുത്തുണ്ടായിരുന്നേ, അതുകൊണ്ട് അതാരും അങ്ങ് കഴിക്കില്ല. പഴംപൊരി ആക്കിയാൽ പിന്നെ അങ്ങ് ചിലവായിക്കോളും. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി ഉണ്ടാക്കിയതാണിത്. പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞപ്പം തന്നെ ചായക്കുള്ള വെള്ളവും പാലും കൂടി അങ്ങ് അടുപ്പത്തേക്ക് വെച്ചു. ചായ തിളച്ചപ്പോൾ ചായയും പഴംപൊരിയും ഒക്കെ എടുത്ത് ചൂടോടെ കഴിക്കാൻ വേണ്ടി അങ്ങ് ഇരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി പഴംപൊരി. അങ്ങനെ അതൊക്കെ കഴിച്ചു.